ഗുഡ് മോർണിംഗ് മഞ്ജു. ഗുഡ് മോർണിംഗ് ബിജേട്ടാ. ബിജേന്റെ ഒരു കൂട്ടുകാരൻ സൈബർ സെല്ലില്ലേ? എന്താ കാര്യം? എനിക്ക് ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് കിട്ടണം. എന്താ കാര്യം? പറ. മഹിമയുടെ കൂട്ടുകാരിയെ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. അവളുടെ കോളേജിൽ പഠിക്കുന്ന വല്ല പിള്ളേരും ആയിരിക്കും. ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചൂടെ? ആ നമ്പർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്ക്. ഞാനിപ്പോ തന്നെ അവന് നമ്പർ അയച്ചു കൊടുത്തിട്ട് കാര്യം പറയാം. താങ്ക് യു. പിന്നെ ആ ശാലിനി വന്നിട്ടുണ്ട്. അരവിന്ദാക്ഷൻ സാറിന്റെ ക്യാബിനില്ല. മഞ്ജുവിനുള്ള എന്തോ പണി ഒപ്പിച്ചിട്ടുള്ള വരവാ. മഞ്ജു എത്തിയല്ലോ. മോളെ, ശാലിനി കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന്. ആരോ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാ ശാലിനി പറയണത്. പറയുന്നതല്ല, എന്നെ ശരിക്കും ആരോ കൊല്ലാൻ നോക്കിയതാ. ശരി ശരി, ഞാൻ വിശ്വസിച്ചു. ഇത്രയും നല്ല സ്വഭാവമാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവാതിരിക്കോ? എന്തായാലും ശാലിനിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവർക്ക് പോലീസ് സെക്യൂരിറ്റി കൊടുക്കണമെന്ന കമ്മീഷണറുടെ ഉത്തരവ്. ശാലിനിക്ക് സെക്യൂരിറ്റി ആയിട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥനെ വേണമെന്നാ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വേറെ വനിതാ പോലീസ് ആരും ഇല്ലാത്തതുകൊണ്ട് മഞ്ജു തന്നെ പോകേണ്ടി വരും. സർ, വേറെ വഴിയില്ല മോനെ. ഇങ്ങനെ ഒരു പണി നീ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? നിനക്ക് നിന്റെ ജോലിയെ പറ്റി വലിയ അഭിമാനമായിരുന്നില്ലേ? ഇനി നീ എന്റെ പുറകെ ഒരു കാവൽ പട്ടിയെ പോലെ നടക്കേണ്ടി വരും. ഈ ജോലിയിൽ നിന്ന് നീ രാജിവെക്കേണ്ട അവസ്ഥ വരെ ഞാൻ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങള് നിന്റെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാ. ഹലോ, വാ. സാറേ, സാർ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? കമ്മീഷണർ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റൂ? ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണെന്ന് കരുതിയാ മതി. ഇന്ന് മുതലേ നിന്റെ മോശ സമയം തുടങ്ങാം മഞ്ജു. അപ്പൊ നമുക്ക് പോവാല്ലേ? ഹലോ, എന്റെ ഡോറ് ആര് തുറക്കും? തനിക്ക് ഡോറ് തുറന്നു തരുന്നതല്ല എന്റെ ഡ്യൂട്ടി. വണ്ടിയിൽ വല്ല ബോംബും മറ്റോ ഉണ്ടെങ്കിലേ എന്റെ ജീവന് എന്ത് സുരക്ഷ സാറേ ഉള്ളത്? മോളെ, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഇവര് തമ്മിൽ തല്ലുണ്ടാക്കാതിരുന്നാ മതി സാറേ. സെക്യൂരിറ്റിക്ക് വെച്ച പോലീസ് ഓഫീസർ തന്നെ ശാലിനിയെ തീർക്കൊന്ന എന്റെ പേടി.